അങ്ങനെ ഈ കൊല്ലത്തെ SSLCയുടെ റിസൾട്ട് വരാൻ പോവുകയാണ്. എല്ലാ കൊല്ലവും റിസൾട്ട് വരുമ്പോഴും നമ്മൾ പത്രത്തിൽ വായിക്കേണ്ടതാണ് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ വീട് വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ മാർക്കൊന്നും അല്ല കേട്ടോ നമ്മുടെ മുന്നോട്ടേക്കുള്ള ജീവിതം നിർണ്ണയിക്കുന്നത്. ഇനി എന്തൊക്കെ അവസരങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10th ഇപ്പോൾ ഇച്ചിരി മാർക്ക് കുറഞ്ഞു എന്നും പറഞ്ഞ് അവിടെ അങ്ങ് നിരാശരാവേണ്ട കാര്യമൊന്നുമില്ല. പലപ്പോഴും കുട്ടികളുടെ ഒരു പ്രശ്നം വീട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരുന്നവരാണ് ഇങ്ങനെ ഒളിച്ചോട്ടത്തിനൊക്കെ മുതിര. ഞാൻ ഒരു കാര്യം പറയട്ടെ, പേരൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളൊക്കെ ആരോഗ്യത്തോടു കൂടി ആയുസ്സോടു കൂടി ഇരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇച്ചിരി മാർക്ക് കുറഞ്ഞു എന്നും പറഞ്ഞ് കൊച്ചുങ്ങളങ്ങ് വല്ലാതെ വഴക്ക് പറയാൻ നിൽക്കരുത്. ഈ കതിരിൽ കൊണ്ടുപോയിട്ട് വളം വെക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതുമാതിരി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഇതുങ്ങളെ വഴക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടും പഠിക്കാൻ വേണ്ട ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പഠിക്കേണ്ടത് അവരുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ്. ആ ബോധ്യം അവരിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക. ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ തോറ്റുപോയി എന്ന് തന്നെ വിചാരിക്കാം. വഴക്ക് പറയണേക്കാളും എത്രയോ നല്ലതാണ് നിൻ്റെ കൂടെ ഞങ്ങളുണ്ട്, നീ നന്നായിട്ടൊന്ന് പഠിച്ചാൽ മതി, നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാം എന്ന് പറഞ്ഞൊന്ന് ചേർത്ത് പിടിച്ച് നോക്കിയേ. ഞാനുണ്ടല്ലോ 10ാം ക്ലാസ്സിൽ 600 മാർക്കിൽ വെറും 260 മേടിച്ചിട്ടാണ് പാസ്സായത്. അതായത് അന്നത്തെ 3rd ക്ലാസ്സാണ് അത്. എന്നിട്ട് ഞാൻ പഠിച്ചില്ലേ, +2, ഡിഗ്രിയും PGയും MPhilഉം PhDയും വരെ എടുത്തു. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഇച്ചിരി മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് നമ്മുടെ മുന്നോട്ടേക്കുള്ള പഠനമൊന്നും ഇല്ലാണ്ടായി പോണില്ല. ഇനി പിള്ളേരോടാണ്, എടാ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ അല്ലേ, അവർക്ക് നിങ്ങളെ വഴക്ക് പറയാനും നിങ്ങളുടെ കാര്യത്തിൽ വിഷമിക്കാനുള്ള അവകാശം കൂടിയുണ്ടല്ലോ. എല്ലാ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് കിട്ടാത്തത് ഞങ്ങളുടെ മക്കൾക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസവും സാഹചര്യങ്ങളും ഒക്കെ കൊണ്ടുതരുന്നത്. എത്ര കഷ്ടപ്പെട്ടാലും സ്വന്തം മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ കൊടുക്കണം എന്നാണ് ഓരോ അച്ഛനും അമ്മയും വിചാരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരിക്കലും അവർ വഴക്ക് പറയണത് നിങ്ങളെ ദ്രോഹിക്കാനല്ല, ഏറ്റവും നല്ല മക്കളായി വളരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, SSLC പരീക്ഷയല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പരീക്ഷ. ഇനിയും ഒരുപാട് അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പരിശ്രമിച്ചാൽ മതി. ഇനിയപ്പോൾ ഇത്തരം വാർത്തകളൊന്നും കേൾക്കാതിരിക്കട്ടെ. റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മക്കൾക്കും ആശംസകൾ.